ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈസിയും ടേസ്റ്റുമായിട്ടൊരു ചെമ്മീൻ ബിരിയാണി റെസിപ്പി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം പാനിൽ എണ്ണ ചൂടാക്കി നമ്മുടെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് വെച്ച് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവോള, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ലേശം യോഗേർട്ട് അല്ലെങ്കിൽ കട്ടത്തൈര്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പിന്നെ മല്ലിച്ചെപ്പ്, പിന്നെ ആ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല. ശേഷം നമുക്ക് നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ നെയ്യ് ചൂടാക്കി ഹോൾ സ്പൈസസ് പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചൂടുള്ള ഒഴിച്ചൊരു മുക്കാൽ വേവിൽ മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ലെയർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് റൈസ് ഒരു ലെയർ, പിന്നെ അതിനുശേഷം നമ്മുടെ മല്ലിയില, പിന്നെ അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് മസാല ചേർക്കുക. പിന്നെ അടുത്ത ലെയർ റൈസ്, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് ഓണിയൻ, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചേർത്ത ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പൊടി വിതറിയിട്ട് ഞാൻ അതൊന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അലുമിനിയം ഫോയിൽ യൂസ് ചെയ്ത് ദം ചെയ്യുന്നത്. അപ്പോൾ ലോ ഹീറ്റിൽ ഒരു 10 to 15 മിനിറ്റ്സ് ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ പുതിനയില ചമ്മന്തിയും സർലാസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ